നമസ്കാരം. നമുക്കൊരു വൻപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് ഞാനിപ്പോൾ പറയാവേ. കുതിർത്താത്ത വൻപയറാണെങ്കിൽ അത് കുക്കറിലിട്ട ശേഷം നികക്ക വെള്ളം ഒഴിച്ച് നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേവിക്കുന്നതെന്ന്. ഞാനൊരു കുക്കറിൽ വൻപയർ, ഇത് കുതിരാത്ത വൻപയറാണ്, വൻപയർ എടുത്തിട്ടുണ്ട്. ഇതിൽ നികക്ക വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, ആ ഉപ്പൊക്കെ അളന്നിടാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പിടുക. ഇത് ഞാൻ 2 കപ്പ് വൻപയറാണ് എടുത്തേക്കണേ. ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ ഇട്ടേക്കണേ. 1/2 ടീസ്പൂണാട്ടോ ഇട്ടേക്കുന്നത്. മഞ്ഞപ്പൊടി, ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി നികക്ക വെള്ളം ഒഴിച്ച്, അതായത് ഈ പയർ മൂടിക്കിടക്കുന്ന ഭാഗത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കുക. 2 വിസിൽ വന്ന വരെ ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം സിമ്മിലിട്ട ശേഷം 2 വിസിലും കൂടെ പോകുന്നവരെ വേവിക്കുക. ഇത് നമ്മൾ പയർ വേവിച്ചതാണ്. ഇനി ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് നമ്മളിത് അനക്കാതെ വെച്ചേക്കുക. നമ്മൾ അനക്കണ്ട, അത് 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. വൻപയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടത് ചുമന്നുള്ളിയില്ലേ, കുഞ്ഞു ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി 7 എണ്ണം അരിഞ്ഞു വെച്ച്, കറിവേപ്പില, കുരുമുളക് പൊടി, ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി വത്തൽ മുളക് ചതച്ചെടുത്തതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഞാനൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു. ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി. ചുവന്നുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ചുവന്നുള്ളി ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കിയ ശേഷം ഇത് സിമ്മിലിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വത്തൽ മുളക് ഇടിച്ചത് അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെള്ളം വറ്റിച്ചു വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വൻപയർ വെന്തതായതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഒന്നും അടപ്പത്ത് വെച്ച് വേവിക്കണം, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു വൻപയറാണ്. ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ഇടാവുന്നതാണ്. തേങ്ങാക്കൊത്ത് വറുത്തിടാവുന്നതാണ്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ വൻപയർ മെഴുക്കുവരട്ടി റെഡിയായി. ഇത് ഒത്തിരി നേരം പുറത്തിരുന്ന ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം വരെയൊക്കെ പുറത്തിരിക്കാതെ ഇടയ്ക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുക. നമുക്ക് സ്വാദിഷ്ടമായ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വൻപയർ മെഴുക്കുവരട്ടി നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. അപ്പോൾ ഓക്കേ.